Welcome to Standard 10 Cbse. Elimination method problems are NCERT textbook first problem. If we add 1 to the numerator and subtract 1 from the denominator, a fraction reduces to 1. It becomes 1 by 2. If you only add 1 to the denominator, what is the fraction? That is our first question. So, question is here again. If we add 1 to the numerator and subtract 1 from the denominator, a fraction reduces to 1. But numerator and denominator we assume. Suppose the numerator is x and denominator is y. What is the fraction x by y? Numerator x, denominator y, fraction x by y. That is our fraction. Okay, fraction x by y. Any question? If we add 1 to the numerator 1 add you get x plus 1. When 1 is added to the numerator, we get x plus 1 divided by. If we add 1 to the numerator and subtract 1 from the denominator, subtract 1 means minus here, y minus 1. The fraction reduces to 1, that is equal to 1. You get 1. Okay, the cross multiply, but x plus 1 is equal to y minus 1. This y is transpose x minus y. Minus 1 plus 1 minus 1. So minus 1 minus 1. This minus 1 and this y transpose minus y. This plus 1 is minus 1. So minus 1 minus 1 means minus 2. We get x minus y is equal to minus 2. That is our equation number 1. Again, it becomes 1 by 2 if we only add 1 to the denominator. Denominator in the 1 matram add fraction 1 by 2 so numerator x divided by denominator only add 1 to the denominator, that is y plus 1. We get 1 by 2. Cross multiply 2 into x, 2x equal to y plus 1 into 1, y plus 1. This y is transpose here, but 2x minus y is equal to 1. Second equation. We elimination method. So, two equation x minus y is equal to minus 2 എന്ന ഒരു equation. 2x minus y is equal to 1 എന്ന മറ്റൊരു equation കിട്ടി. ഇനി നമുക്ക് ഏതാണ് eliminate ചെയ്യേണ്ടത്? y ആണ് eliminate ചെയ്യേണ്ടത്. ന്യൂമറിക്കലി ഈക്വൽ എന്ന് പറയുന്നത് y ആണ്. ഇവിടെ ന്യൂമറിക്കലി ഈക്വൽ അല്ല. ഇപ്പോൾ ന്യൂമറിക്കലി ഈക്വൽ ആയിട്ട് കിടക്കുന്നത് ഇവിടെയാണ്. മൈനസ് വൈ മൈനസ് വൈ. ഇപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് 0 ആവുന്നത്. മൈനസ് വൈ നിന്ന് മൈനസ് വൈ പോയ 0. അപ്പോൾ അതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്യുക അല്ലേ. സോ എക്സ് മൈനസ് 2x. ഇവിടുന്ന് ഇക്വേഷൻ നമ്പർ 2ൽ നിന്ന് 1 മൈനസ് ചെയ്താലും ശരിയാണ്. 2x മൈനസ് എക്സ് ഇവിടുന്ന് അങ്ങോട്ട് മൈനസ് ചെയ്താലും ശരിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 മൈനസ് ഇക്വേഷൻ നമ്പർ 1. ഇത് നമ്മുടെ കൺവീനിയൻസ് ആണ്, മനസ്സിലായോ? നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്ന കാര്യമുണ്ട്. നെഗറ്റീവ് നമ്പർ ഇല്ലാത്ത രീതിയിൽ ചെയ്യാം. ഇപ്പോൾ എക്സ് മൈനസ് 2x മൈനസ് എക്സ് കിട്ടും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യുമ്പോൾ അത് ശരിയാവും. 2x മൈനസ് എക്സ് എക്സ് മൈനസ് വൈ 0. 1 മൈനസ് മൈനസ് 2 ആണ് കേട്ടോ. 1 മൈനസ് മൈനസ് 2 ആണ്. 1 പ്ലസ് 2 3. അപ്പോൾ എക്സ് 3 കിട്ടി അല്ലേ. ഇനി എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇക്വേഷനിൽ. എക്സിൻ്റെ വാല്യൂ ഇവിടെ എത്രയാണ്? 3. 3 മൈനസ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് 2 അല്ലേ. മൈനസ് വൈ ഇങ്ങോട്ട് കൊണ്ടുവരാം, മൈനസ് 2 കൊണ്ടുവരാം അല്ലേ. മൈനസ് വൈ അങ്ങോട്ട് വരുമ്പോൾ എന്തായി? പ്ലസ് വൈ. ഈ മൈനസ് 2 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? പ്ലസ് 2. അപ്പോൾ 3 ഇവിടെ കിടപ്പുണ്ട്, മൈനസ് 2 വരുമ്പോൾ പ്ലസ് 2. 3 പ്ലസ് 2 വൈ ഈസ് ഈക്വൽ ടു 5 കിട്ടി. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 3, വൈ ഈസ് ഈക്വൽ ടു 5. ദാറ്റ് ഈസ് അവർ ആൻസർ. ഇനി നമുക്ക് വെരിഫിക്കേഷൻ ചെയ്യാം. വെരിഫിക്കേഷൻ എന്താണ്? എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് 2 എന്ന് നോക്കാം. എക്സിൻ്റെ സ്ഥാനത്ത് 3 എന്ന് കൊടുക്കുക. 3 മൈനസ് അല്ലേ, വൈ എത്രയാണ്? 5. 3 മൈനസ് 5 ഈക്വൽ ടു മൈനസ് 2. നമ്പർ 1 ഇക്വേഷൻ ശരിയല്ലേ. 2x മൈനസ് വൈ 1 ആണെന്ന് നോക്കാം. 2x മീൻസ് 2 ഇൻറ്റു 3. എക്സിൻ്റെ സ്ഥാനത്ത് 3 ആണ്. മൈനസ് വൈ മീൻസ് മൈനസ് 5. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര നോക്കാം? 2 into 3 എത്രയാണ്? 6. 6 minus 5 is equal to 1.
ഇപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ്റെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ട്രൂ ആണ് അല്ലേ. ഇപ്പോൾ വെരിഫിക്കേഷൻ കഴിഞ്ഞു അല്ലേ. അപ്പോൾ വെരിഫിക്കേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. നെക്സ്റ്റ് പ്രോബ്ലം. അപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലം is here. നോക്കാം. സെക്കൻഡ് പ്രോബ്ലം. 5 years ago Nuri was 3 times അല്ലെങ്കിൽ thrice as old as Sonu. 10 years later Nuri will be twice as old as Sonu. How old are Nuri and Sonu? That is the question. അപ്പോൾ രണ്ട് പേഴ്സൺസ് ആണ്, ഒന്ന് നൂരിയും ഒന്ന് സോനുവും അല്ലേ. 5 years ago, നമ്മുടെ 5 years ago എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുന്ന വ്യത്യാസം വരും 5 മൈനസ് ചെയ്യണം അല്ലേ. പിന്നെ 10 years later എന്ന് പറഞ്ഞാൽ എന്തായാലും 10 ആഡ് ചെയ്യണം. അപ്പോൾ 5 years ago നൂരി വാസ് ത്രൈസ് ആസ് ഓൾഡ് ആസ് സോനു. അപ്പോൾ പ്രസൻറ്റ് ഏജ് നമുക്ക് ആദ്യം ഇമാജിൻ ചെയ്യാം. പ്രസൻറ്റ് ഏജസ് ഓഫ് നൂരി ആൻഡ് സോനു അല്ലേ ആർ എക്സ് ആൻഡ് വൈ. നൂരിയുടെ ഏജ് എക്സ് ആയിട്ടും സോനുവിൻ്റെ ഏജ് വൈ ആയിട്ടും നമ്മൾ എടുക്കുന്നു അല്ലേ. 10 years later what will happen? 10 years later, after 10 years അല്ലേ. അതിന് മുമ്പ് 5 years ago പറയുന്നുണ്ട്. 5 years ago എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? നൂരിയുടെ ഏജ് എന്ത് സംഭവിക്കും? എക്സ് മൈനസ് 5 ആവും. ഇവരുടെ ഏജ് ഇപ്പോഴത്തെ ഏജ് എക്സ് ആണ്. 5 years ago എക്സ് മൈനസ് 5 ഈക്വൽ ടു ത്രൈസ് ആസ് ഓൾഡ് ആസ് സോനു. സോനുവിൻ്റെ ഏജ് ഇപ്പോഴത്തെ ഏജ് വൈ ആണ്. ഇപ്പോൾ 5 years early എന്തായിരിക്കും? y മൈനസ് 5 ആയിരിക്കും. അതിൻ്റെ ത്രൈസ് കൊണ്ട് എന്താ? ഇൻറ്റു 3. ത്രൈസ് ആസ് ഓൾഡ് ആസ് സോനു. ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കുക. നൂരി വാസ് ത്രൈസ് ആസ് ഓൾഡ് ആസ് സോനു അല്ലേ. അപ്പോൾ സോനുവിൻ്റെ ഏജ് y മൈനസ് 5 ആണ്. ഇൻറ്റു 3 ഇതാണ് കിട്ടുന്നത്. അതായത് എക്സ് മൈനസ് 5 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു y, 3y മൈനസ് 15 അല്ലേ. ഈ 3y ഇങ്ങോട്ട് കൊടുന്നാൽ എക്സ് മൈനസ് 3y എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 15 ഇവിടെ കിടപ്പുണ്ട്. ഈ മൈനസ് y ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ പ്ലസ് 5 ആകും. ഇപ്പോൾ വി ഗെറ്റ് എൻ ഇക്വേഷൻ എക്സ് മൈനസ് 3y ഈസ് ഈക്വൽ ടു മൈനസ് 15 പ്ലസ് 5 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? മൈനസും പ്ലസും അല്ലേ. സബ്ട്രാക്ട് ചെയ്തിട്ട് വരുന്ന സൈൻ കിട്ടും മൈനസ് 10. ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി എന്താണ്? 10 years later നൂരി വിൽ ബി ട്വൈസ് ആസ് ഓൾഡ് ആസ് സോനു അല്ലേ. 10 years later means 10 years after. What will happen to x, the age of Nuri? X plus 10. It will be 10 times അല്ലേ. സോറി, twice as old as Sonu. Twice means 2 times. 2 times of ആരുടെ? സോനുവിൻ്റെ ഏജ് y plus 10. സോനുവിൻ്റെ ഏജും 10 കൊല്ലം കഴിയുമ്പോൾ y plus 10 ആവും. സോ എക്സ് പ്ലസ് 10 ഈസ് ഈക്വൽ ടു 2y plus 20. ഈ 2y കൊണ്ടുണ്ട്. എക്സ് മൈനസ് 2y ഈസ് ഈക്വൽ ടു 20 മൈനസ് 10 കിട്ടും. ദാറ്റ് ഇസ് അവർ സെക്കൻഡ് ഇക്വേഷൻ. രണ്ട് ഇക്വേഷൻ നമുക്ക് താഴെ എഴുതാം. എക്സ് മൈനസ് 3y ഈസ് ഈക്വൽ ടു മൈനസ് 10 ഫസ്റ്റ് ഇക്വേഷൻ. എക്സ് പ്ലസ് 10 എക്സ് മൈനസ് 2y ഈസ് ഈക്വൽ ടു 10 സെക്കൻഡ് ഇക്വേഷൻ അല്ലേ. എക്സ് മൈനസ് 2y ഈക്വൽ 10 സെക്കൻഡ് ഇക്വേഷൻ. എക്സ് മൈനസ് 3y ഈക്വൽ മൈനസ് 10 ഫസ്റ്റ് ഇക്വേഷൻ. ഈ ഫസ്റ്റ് ഇക്വേഷനിൽ ഏതാണ് എലിമിനേറ്റ് ചെയ്യുക? ന്യൂമറിക്കലി ഈക്വൽ ആയിട്ട് ഇതാണ് എടുക്കുന്നത്. അപ്പോൾ മൈനസ് ചെയ്യുക. എക്സിൽ നിന്ന് എക്സ് പോയാൽ 0 അല്ലേ. മൈനസ് 3yയിൽ നിന്നും മൈനസ് 2y ആണ് മൈനസ് ചെയ്യുന്നത് അല്ലേ. ശ്രദ്ധിക്കുക. മൈനസ് 3y മൈനസ് 2y എന്ന് പറഞ്ഞാൽ പ്ലസ് 2y ആഡ് ചെയ്യണം. ഒരെണ്ണം മൈനസും പ്ലസ് ആകുമ്പോൾ സബ്ട്രാക്ട് ചെയ്ത് വരുന്ന സാധനം കിട്ടും. മൈനസ് y എന്ന് കിട്ടും. മൈനസ് y ഈസ് ഈക്വൽ ടു മൈനസ് 10 മൈനസ് അല്ലേ. മൈനസ് 10 മൈനസ് 10 മൈനസ് 20. മൈനസ് y ഈസ് ഈക്വൽ ടു മൈനസ് 20. തർഫോർ y ഈസ് ഈക്വൽ ടു 20. അപ്പോൾ y 20 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സിൻ്റെ വാല്യൂ പിടിക്കാം. എക്സ് മൈനസ് 2y 10 അല്ലേ. അപ്പോൾ എക്സ് മൈനസ് 2y മീൻസ് 2 ഇൻറ്റു 20 ഈസ് ഈക്വൽ ടു 10. എക്സ് മൈനസ് 40 ഈസ് ഈക്വൽ ടു 10. എക്സ് ഈസ് ഈക്വൽ ടു 10 മൈനസ് 40 കൊണ്ടുവരാം പ്ലസ് 40 ഈസ് ഈക്വൽ ടു 50. എക്സ് ഈസ് ഈക്വൽ ടു 50. അപ്പോൾ നമുക്ക് എക്സ് എന്തായിട്ട് ആരുടെ ഏജ് ആയിട്ട് എടുത്താണ്? നൂരീസ് ഏജ് പ്രസൻറ്റ് ഏജ് 50 അല്ലേ. പിന്നെ സോനൂസ് പ്രസൻറ്റ് ഏജ് എത്ര? 20. ഇനി വെരിഫിക്കേഷൻ ശരിയാണെന്ന് നോക്കുക. വെരിഫിക്കേഷൻ ആദ്യത്തെ എക്സ് മൈനസ് 3y മൈനസ് 10 ആണ് അല്ലേ. എക്സ് മൈനസ് 3y ഈസ് ഈക്വൽ ടു മൈനസ് 10 എന്നാണ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? എക്സ് 50 എന്നായിട്ടാണ്. 50 മൈനസ് 3y 3 ഇൻറ്റു y എത്രയാണ്?
വൈ എത്ര നമുക്ക് കിട്ടിയാണ് 20. അപ്പോൾ 50 മൈനസ് 60. 50 മൈനസ് 60 എത്ര -10. ദാറ്റ് ഈസ് കറക്റ്റ് അല്ലേ. സെക്കൻഡ് എക്സ് മൈനസ് എക്സ് എത്രയാണ് 50. 50 മൈനസ് 2y 2 ഇൻറ്റു അല്ലേ 2 ഇൻറ്റു എത്രയാ വൈ എത്രയാ 20. y ഇൻറ്റു 20 2 ഇൻറ്റു 20 50 മൈനസ് 40 യു ഗെറ്റ് 10. ഇറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. So this is our verification. We got the answer. Thank you.